നമസ്കാരം. നാടിന്റെ നോവായി മിഥുൻ. ആ മരണം ആരുടെ വീഴ്ചയാണെങ്കിലും പരസ്പരം പഴിചാരിയതുകൊണ്ടോ ഖേദപ്രകടനം നടത്തിയതുകൊണ്ടോ മിഥുന്റെ കുടുംബത്തിന്റെ കണ്ണീര് തോരില്ല. കൊലക്കണി ഒരുക്കിയവർക്കെതിരെ കർശന നടപടി കൂടിയേ തീരൂ. സമഗ്രമായി നോക്കാം ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ഗവർണർ സർക്കാർ പോര് സമവായത്തിലേക്ക്. മുഖ്യമന്ത്രി ഗവർണർ കൂടിക്കാഴ്ച നാളെ വൈകിട്ട് രാജ്ഭവനിൽ. സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാറെ പുറത്താക്കാതെ സിൻഡിക്കേറ്റ് യോഗം വിളിക്കില്ലെന്ന നിലപാടിൽ VC. സസ്പെൻഷൻ റദ്ദാക്കിയ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് സിൻഡിക്കേറ്റിലെ ഇടതംഗങ്ങൾ. മിഥുന് കണ്ണീരോടെ വിട നൽകി ജന്മനാട്. കൊല്ലത്ത് സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. സ്കൂളിലും വീട്ടിലും അന്ത്യാഞ്ജലി അർപ്പിച്ചു ആയിരങ്ങൾ. അപകടത്തിൽ വിശദീകരണം തേടി സ്കൂൾ മാനേജർക്ക് വിദ്യാഭ്യാസ വകുപ്പിന്റെ നോട്ടീസ്. മരണത്തിനിടയാക്കിയ വൈദ്യുതി ലൈൻ KSEB മാറ്റി. ശബരിമല ട്രാക്ടർ യാത്രയിൽ ADGP MR അജിത് കുമാറിന് വീഴ്ച പറ്റിയെന്ന് DGPയുടെ റിപ്പോർട്ട്. ട്രാക്ടറിൽ പോയത് ആരോഗ്യ കാരണങ്ങളാലെന്ന് ADGP. ഇനി ആവർത്തിക്കരുതെന്ന് കർശന നിർദ്ദേശം നൽകി DGP. നിമിഷപ്രിയയുടെ മോചനത്തിനായി നയതന്ത്ര നീക്കങ്ങൾ സജീവമാക്കി ഇന്ത്യ. യമനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഇറാനെ മധ്യസ്ഥ ശ്രമത്തിൽ പങ്കാളിയാക്കി. വധശിക്ഷ നടപ്പാക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ച് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴ തുടരുന്നു. ശക്തമായ കാറ്റിനും കടലാക്രമണത്തിനും സാധ്യത. മലയോര തീരദേശ മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. കാസർഗോഡ് ജില്ലയിലെ ഞായറാഴ്ച പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും നാളെ അവധി. അടിയന്തരാവസ്ഥ ലേഖന വിവാദത്തിൽ പ്രതികരിച്ച് ശശി തരൂർ. ഗാന്ധി കുടുംബത്തിനെതിരെ പറഞ്ഞിട്ടില്ലെന്നും ദേശീയ സുരക്ഷാ കാര്യങ്ങളിൽ സ്വീകരിച്ച നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു എന്നും തരൂർ. തിരുവനന്തപുരം വെള്ളായണിക്കായലിൽ കുളവാഴ ശല്യം രൂക്ഷം. വെള്ളം മലിനമായതോടെ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നു. കായലിനെ ആശ്രയിച്ച് ജീവിക്കുന്നവർ ദുരിതത്തിൽ. ടോപ്പ് 10 സ്പെഷ്യൽ. വനിതാ ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യ 8ന് 143 റൺസ് എന്ന നിലയിൽ. 42 റൺസ് എടുത്ത് സ്മൃതി മന്ദാന. വീണ്ടും ജീവനെടുത്ത് റോഡിലെ കുഴി വെട്ടിക്കുന്നതിനിടെ തൃശൂരിൽ ബസ്സിനടിയിൽപ്പെട്ട് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. മരിച്ചത് എൽത്തുരുത്ത് സ്വദേശി ആബേൽ. റോഡ് ഉപരോധവുമായി BJPയും കോൺഗ്രസും. സ്റ്റോറി ഓഫ് ദി ഡേ. ആകർഷകമായി അങ്കനമാരുടെ പൂരക്കളി. പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഗവർണർ സർക്കാർ പോര് സമവായത്തിലേക്ക്. മുഖ്യമന്ത്രിയും ഗവർണറും നാളെ വൈകിട്ട് രാജ്ഭവനിൽ കൂടിക്കാഴ്ച നടത്തും. വിവരങ്ങളുമായി അൻഫിലിറ്റ് ഡിസൂസ ചേരുന്നു. അൻഫിലിറ്റ്, ഏറ്റവും ഒടുവിൽ ഗവർണർ സർക്കാർ പോര് സമവായത്തിലേക്ക് എത്തുകയാണ്. ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ തന്നെ VCയും മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുമെന്ന സൂചന നൽകിയിരുന്നു. നാളെ വൈകിട്ട് രാജ്ഭവനിൽ കൂടിക്കാഴ്ച നടത്തും. എത്രത്തോളം നിർണായകമാണ്? ഗവർണർ സർക്കാർ പോര് സമവായത്തിലേക്ക് മുഖ്യമന്ത്രിയും ഗവർണറും നാളെ വൈകിട്ട് രാജ്ഭവനിൽ കൂടിക്കാഴ്ച നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കേരള സർവകലാശാല വിവാദവുമായി ബന്ധപ്പെട്ടാണ് ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ഗവർണർ സർക്കാർ പോര് സമവായത്തിലേക്ക് എത്തുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി അൻഫിലിറ്റ് ഡിസൂസ ചേരുന്നു. അൻഫിലിറ്റ്, കാര്യങ്ങൾ സമവായത്തിലേക്ക് എത്തുന്നു. ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ തന്നെ VCയും മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന സൂചന നൽകിയിരുന്നു. ഇപ്പോൾ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. നാളെ വൈകിട്ട് രാജ്ഭവനിൽ മുഖ്യമന്ത്രി ഗവർണറെ കാണും. എത്രത്തോളം നിർണായകമാണ്? തീർച്ചയായും മമ്പുലി, അതിനകത്ത് യാതൊരു സംശയവുമില്ല. കാരണം ഏറെ നാളുകളായി ഈ സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ളൊരു പോര് അതൊരു തുറന്ന യുദ്ധത്തിലേക്ക് എത്തുന്നു എന്ന സാഹചര്യത്തിൽ വരുമ്പോഴാണ് ഇനി ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്നൊരു തിരിച്ചറിവിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ കാണാം. കാരണം പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നു. ഭാരതാംബ വിവാദത്തെ ശരിയാണ് ഗവർണറും സർക്കാരും തമ്മിൽ ഇടഞ്ഞത്. പക്ഷെ അത് സർവകലാശാലകളുടെ വിഷയത്തിൽ വരെ എത്തി നിൽക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖല പല സർവകലാശാലകളും VC നിയമിക്കുന്നു. പ്രത്യേകിച്ച് കേരള സർവകലാശാലയിൽ ദിവസങ്ങളായി നിൽക്കുന്ന പോരും
അത് ഒരു രീതിയിൽ പോലും സമവായത്തിലെത്താത്തൊരു സാഹചര്യം. KT സർവകലാശാല, ഡിജിറ്റൽ സർവകലാശാല, ഇവിടെയൊക്കെ തന്നെ ഹൈക്കോടതിയുടെ ഉത്തരവിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ യുടെ നിയമനം ഒക്കെ കുത്തഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇനി ഇത് ഗവർണറുമായി സർക്കാർ തലത്തിലൊരു കൂടിക്കാഴ്ചയിലൂടെ മാത്രമേ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനാവുകയുള്ളൂ. അത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും നിയമമന്ത്രിയും ഒക്കെ ഗവർണറെ കൂടിക്കാഴ്ച നടത്തണം എന്ന രീതിയിൽ ചർച്ചകൾ വന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ നേരിട്ടൊരു കൂടിക്കാഴ്ചയിലൂടെ ചർച്ചയിലൂടെ മാത്രമേ ഈ വിഷയങ്ങളൊക്കെ പരിഹരിക്കാനാകൂ എന്ന ആ രീതിയിലാണ് പാർട്ടിയുടെ ഒരു തീരുമാനം. ആ രീതിയിലാണ് അങ്ങനെയാണ് മുഖ്യമന്ത്രി ഗവർണറെ നേരിട്ട് കാണാൻ രാജ്ഭവനിലെത്താമെന്നൊരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ ഇത് സംബന്ധിച്ച സൂചനകൾ വന്നിരുന്നു. കാരണം മുഖ്യമന്ത്രി പോൾ ബ്യൂറോ യോഗത്തിന് ശേഷം ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് ഇന്നലെയാണ് അദ്ദേഹം മടങ്ങിയെത്തിയത്. അപ്പോൾ തന്നെയും അദ്ദേഹം നേരെ ഗവർണറെ ഉടനെ കണ്ടേക്കുമെന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നു. ഇപ്പോൾ അത് നാളെ വൈകിട്ട് 3:30 ഉച്ചകഴിഞ്ഞ് 3:30 രാജ്ഭവനിലെത്തി മുഖ്യമന്ത്രി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് അറിയുന്നത്. ആ കൂടിക്കാഴ്ചയിൽ ഉറപ്പായും പ്രശ്നങ്ങൾ, അതായത് ഇരു വിഭാഗവും തമ്മിലുണ്ടായിരിക്കുന്ന ഒരു വലിയ രീതിയിൽ തന്നെയുള്ള ഒരു വൈമനസ്യത്തിന്റെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള തന്നെ ഒരു തർക്കവും പരിഹാരവും ഒക്കെ ഉണ്ടായിരുന്നു. അതിനൊരു പരിഹാരമാവുകയാണ്. അതായത് ഇരു കൂട്ടർക്കുമിടയിൽ ഉണ്ടായിരുന്ന വിള്ളലുകളൊക്കെ തന്നെയും സംസാരിച്ച് തർക്ക പരിഹാരം ഉണ്ടാകാൻ വേണ്ടി തന്നെയാണ് മുഖ്യമന്ത്രി നേരിട്ട് തന്നെ വന്ന് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉറപ്പായും ചർച്ചയാകും. അതിൽ തന്നെയും കേരള യൂണിവേഴ്സിറ്റി ആയാലും KT ആയാലും ഡിജിറ്റൽ ആയാലും ഒക്കെ തന്നെയും ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയങ്ങളാണ്. ഇതിൽ തർക്കത്തിലൊക്കെ ഒരു കൃത്യമായൊരു പരിഹാര ഫോർമുല ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ആ പരിഹാര ഫോർമുലയിൽ നിന്നും മാത്രമേ ഇനി അങ്ങോട്ട് സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ തീർപ്പുണ്ടാക്കാൻ സാധ്യമാവുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് ഭാരതാംബ വിഷയത്തിൽ ഉണ്ടാകുന്ന ഒരു ആ രീതിയിലുള്ള ഒരു ചർച്ചകൾക്കൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവുകയില്ല. അമ്പലി. ശരി, ഗവർണർ സർക്കാർ പോര് സമവായത്തിലേക്ക് മുഖ്യമന്ത്രിയും ഗവർണറും നാളെ വൈകിട്ട് രാജ്ഭവനിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തും. ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ടാണ് സർക്കാർ ഗവർണർ പോര് തുടങ്ങുന്നത്. പിന്നീട് അത് കേരള സർവകലാശാലയിലേക്ക് എത്തുകയും പോര് രൂക്ഷമാവുകയും ചെയ്തു. അതിനുശേഷമാണ് മുഖ്യമന്ത്രിയും നാളെ രാജ്ഭവനിലെത്തി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. അതിനുശേഷം സർക്കാർ ഗവർണർ പോരിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അൻഫ്രി ഡിസൂസ. എന്നാൽ സസ്പെൻഷനിലായ രജിസ്ട്രാറെ പുറത്താക്കാതെ സിൻഡിക്കേറ്റ് വിളിക്കില്ലെന്ന നിലപാടിലാണ് VC മോഹനൻ കുന്നുമ്മൽ. അതേസമയം സസ്പെൻഷൻ റദ്ദാക്കിയ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. കേരള സർവകലാശാലയിലെ ഭാരതാംബ വിവാദത്തെ ചൊല്ലിയുള്ള തർക്കം VC മോഹനൻ കുന്നുമ്മലും മന്ത്രി ആർ ബിന്ദുവുമായുള്ള കൂടിക്കാഴ്ചയോടെ സമവായത്തിലെത്തുമെന്നാണ് കരുതിയിരുന്നതെങ്കിലും പ്രശ്നപരിഹാരം ഇപ്പോഴും അകലെയാണ്. സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട നിലപാടിൽ VC വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തതോടെ പോരു വീണ്ടും മുറുകുകയാണ്. രജിസ്ട്രാറെ പുറത്താക്കാതെ സിൻഡിക്കേറ്റ് യോഗം വിളിക്കില്ല എന്ന നിലപാടിലാണ് VC മോഹനൻ കുന്നുമ്മൽ. താൽക്കാലിക രജിസ്ട്രാർ മിനി കാപ്പന് മുഴുവൻ ചുമതലയും കൈമാറണമെന്നും ഫയലുകളുടെ ചുമതല മിനി കാപ്പന് ലഭിക്കണമെന്നുമാണ് VCയുടെ ആവശ്യം. എന്നാൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും വ്യക്തമാക്കി. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത VCയുടെ നടപടി നിയമപരമല്ലെന്നും രജിസ്ട്രാർ അനിൽകുമാർ അവധിയിൽ പോകേണ്ടതില്ല, തർക്കം തീരാൻ VC അവധിയിൽ പോകട്ടെ എന്നാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിലപാട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തേവലക്കര സ്കൂളിൽ വൈദ്യുതാഘാതമേറ്റ് മരിച്ച 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. ആയിരക്കണക്കിന് ആളുകളുടെ അന്ത്യാഞ്ജലി ഏറ്റുവാങ്ങി മിഥുന്റെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. അനുജൻ സുജിനാണ് അന്ത്യകർമ്മങ്ങൾ ചെയ്തത്. മകന്റെ ചേതനയേറ്റ ശരീരത്തിൽ അമ്മ സുജ നൽകിയ അന്ത്യചുംബനം കണ്ടുനിന്നവർക്ക് നൊമ്പര കാഴ്ചയായി. തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ പൊതുദർശനത്തിനു ശേഷം വിലാപയാത്രയായാണ് മിഥുന്റെ മൃതദേഹം വിളന്തറയിലെ വീട്ടിലെത്തിച്ചത്. വിദേശത്തായിരുന്ന അമ്മ സുജ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ ശേഷം ഈ സമയം വീട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു. 2 ദിവസങ്ങൾക്ക് മുൻപ് ഈ വീട്ടിൽ നിന്നായിരുന്നു കളിച്ചിരികളോടെ മിഥുൻ സ്കൂളിലേക്ക് പോയത്. എന്നാൽ ചേതനയേറ്റ് മിഥുൻ അവസാനമായി വീട്ടിലേക്കെത്തിയ കാഴ്ച ഹൃദയഭേദകമായിരുന്നു. അലമുറയിട്ട് കരഞ്ഞ് അച്ഛനും അമ്മുമ്മയും ബന്ധുക്കളും നാട്ടുകാരും. അല്പസമയം കഴിഞ്ഞപ്പോൾ അമ്മ സുജയും എത്തി.
നിരവധി പേരാണ് മിഥുൻ്റെ വീട്ടിൽ അന്ത്യകർമ്മങ്ങൾക്ക് സാക്ഷിയാകാൻ എത്തിച്ചേർന്നത്. സ്കൂളിലെ അധ്യാപകരും സഹപാഠികളും നാട്ടുകാരും പിന്നെ വാർത്തകളിലൂടെ അറിഞ്ഞ് ദൂരെ നിന്നെത്തിയവരും. നാടൊന്നാകെ മിഥുൻ്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തിയതോടെ ആ വീടും നാടും കണ്ണീർ കടലായി. പ്രിയമകന് അന്ത്യചുംബനം നൽകി അമ്മയും അച്ഛനും. തുടർന്ന് വീടിന് സമീപത്തെ പ്രത്യേകം ഒരുക്കിയയിടത്ത് സംസ്കാരത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. അനുജൻ സുജിനാണ് അന്ത്യകർമ്മങ്ങൾ ചെയ്തത്. കളിച്ചിരികളും പുഞ്ചിരിയുമായി ഈ വീട്ടുമുറ്റത്ത് ഓടി നടക്കാൻ മിഥുനിനിയില്ല. പ്രതീക്ഷകളും സ്വപ്നങ്ങളും ബാക്കിയാക്കി അവൻ യാത്രയായി. പ്രദീപ് ബാളത്തുകളിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. പ്രിയ കൂട്ടുകാരനെ അവസാനമായി കണ്ട് പൊട്ടിക്കരഞ്ഞ സഹപാഠികൾ, കരഞ്ഞു തളർന്നു വീണ അധ്യാപകർ, ഒരു നോക്ക് കാണാൻ സ്കൂൾ മുറ്റത്തേക്കെത്തിയ നാട്ടുകാർ. ഏറെ വികാരഭരിതമായിരുന്നു മിഥുന്റെ മൃതദേഹവുമായുള്ള അവസാന യാത്രകളും പൊതുദർശനവും. അമ്മ വരുന്നതും കാത്ത് മിഥുൻ്റെ മൃതദേഹം കഴിഞ്ഞ 2 ദിവസമായി ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. വിലാപയാത്രയായി മൃതദേഹം 10:30 സ്കൂൾ മുറ്റത്തേക്ക് പൊതുദർശനത്തിനായി എത്തിക്കുമെന്നായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്. എന്നാൽ വിലാപയാത്ര കടന്നുവന്ന വഴികളിലൊക്കെയും മിഥുനെ കാണാനായി നാട്ടുകാർ കാത്തുനിന്നു. പലയിടത്തും വാഹനം നിർത്തി കാത്തുനിന്നവർക്ക് കാണാൻ അവസരം നൽകി. തീരുമാനിച്ചതിലും 1 മണിക്കൂർ വൈകിയാണ് സ്കൂളിലേക്ക് വിലാപയാത്രയ്ക്ക് എത്തിച്ചേരാനായത്. രാവിലെ മുതൽ സ്കൂൾ പരിസരവും സ്കൂളിലേക്കുള്ള വഴികളിലുമെല്ലാം സഹപാഠികളെയും പ്രദേശവാസികളെയും വാർത്തയറിഞ്ഞെത്തിയവരെയും കൊണ്ടു നിറഞ്ഞു. NCC കേഡറ്റാകാൻ ഏറെ ആഗ്രഹിച്ചിരുന്ന മിഥുൻ്റെ അവസാന യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ സ്കൂളിലെ NCC കേഡറ്റുകൾ ഏറ്റെടുത്തു. ഓടിക്കളിച്ച സ്കൂൾ മുറ്റത്തേക്ക് നിശബ്ദനായി മിഥുൻ കടന്നു വന്നപ്പോൾ സഹപാഠികളും അധ്യാപകരും നാട്ടുകാരും പൊട്ടിക്കരഞ്ഞു. അമൃത ന്യൂസ്, കൊല്ലം. വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉന്നതതല യോഗത്തിലെടുത്ത തീരുമാനങ്ങളെല്ലാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സ്കൂൾ മാനേജർക്ക് നോട്ടീസ് നൽകി മറ്റെവിടെയെങ്കിലും ഇത്തരത്തിൽ ശ്രദ്ധിക്കാത്ത തരത്തിലുള്ള അപകടകരമായ കാര്യങ്ങളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നടപടിയെടുക്കാനുള്ള നിർദ്ദേശം എല്ലാ സ്കൂളുകൾക്കും നൽകിയിട്ടുണ്ട്. മരണവീട്ടിൽ പോയി സർക്കാരിന്റെ സഹായത്തെപ്പറ്റി പറയാനും ആശ്വസിപ്പിക്കാനും പോകുമ്പോൾ പ്രതിഷേധത്തിന്റെ പേരിൽ മന്ത്രിമാരെ തടയുന്നത് ശരിയല്ലെന്നും മന്ത്രി പറഞ്ഞു. നമ്മളിന്നലെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉന്നത യോഗ കമ്മിറ്റി എടുത്ത തീരുമാനങ്ങളെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ HMനെ സസ്പെൻഡ് ചെയ്തു. മാനേജർക്ക് നോട്ടീസ് ഇന്നോടുകൂടി കിട്ടിക്കാണും. മറ്റ് നടപടികളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർമാരുടെയും AEO DEOമാരുടെ ഉള്ള യോഗം ചേർന്നു. എവിടെയെങ്കിലും ഇത്തരത്തിൽ ശ്രദ്ധിക്കപ്പെടാത്ത നിലയിലുള്ള അപകട സൂചകമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അടിയന്തരമായ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മിഥുന്റെയും ബിന്ദുവിന്റെയും എല്ലാ മരണം സർക്കാർ സംവിധാനത്തിന്റെ അനാസ്ഥയാണ് വെളിവാക്കുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. സർക്കാരിന്റെ പിടിപ്പുകേടാണിത്. മിഥുനും ബിന്ദുവുമെല്ലാം ഇരകളാണ്. അനാസ്ഥ കാരണം മരണമുണ്ടായാൽ ഉത്തരവാദിത്തമുള്ളവരുണ്ടാകണം. എല്ലാവരും ഉത്തരവാദിത്തം ഒഴിഞ്ഞാൽ എന്താണ് സ്ഥിതിയെന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു. പാവം പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തത്. ജനാധിപത്യത്തിൽ ഉത്തരവാദിത്തമുള്ള ഭരണം ജനങ്ങളുടെ അവകാശമാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കൊച്ചിയിൽ വികസിത കൊച്ചി കോഫി വിത്ത് രാജീവ് ചന്ദ്രശേഖർ എന്ന പരിപാടി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റൂൾസ് നടക്കില്ല, ആരും അക്കൗണ്ടബിൾ അല്ല, മന്ത്രി അക്കൗണ്ടബിൾ. ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ ഡെമോക്രസിയുടെ ഒരു കോഴ്സ്, ഒരു റിക്വയർമെന്റ് ആണ്. ഞാനൊരു MP മന്ത്രി ആയാൽ എൻ്റെ മിനിസ്ട്രിയിൽ എന്തെങ്കിലും നടന്നാൽ ഞാൻ ആദ്യമായിട്ട് ഞാൻ പറയും ഐ എം റെസ്പോൺസിബിൾ. കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ മിഥുന്റെ മരണത്തിന് കാരണമായ ഇലക്ട്രിക് ലൈനുകൾ KSEB ജീവനക്കാർ എത്തി അഴിച്ചുമാറ്റി. മിഥുന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി മണിക്കൂറുകൾക്കുള്ളിലാണ് ഇവ മാറ്റിയത്. സൈക്കിൾ ഷെഡിന് മുകളിൽ വീണ് ചെരുപ്പെടുക്കാനായി കയറിയപ്പോൾ ഇതുവഴി കടന്നു പോയിരുന്ന ഇലക്ട്രിക് ലൈനിൽ നിന്നാണ് ഷോക്കേറ്റ് മിഥുന് മരണം സംഭവിച്ചത്. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ ഇടപെട്ട് ഇലക്ട്രിക് ലൈനുകൾ നീക്കണമെന്ന് കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. തൊട്ടടുത്തുള്ള ഗേൾസ് ഹൈസ്കൂളിലേക്കും ഒരു വീട്ടിലേക്കും വേണ്ടി മാത്രമാണ് ഇതുവഴി ഇലക്ട്രിക് ലൈനുകൾ കടത്തിവിട്ടിരുന്നത്. സംസ്ഥാനത്തെ എല്ലാ വൈദ്യുതി ലൈനുകളും സുരക്ഷിതമാണോ എന്ന് പരിശോധിക്കാൻ നിർദ്ദേശം നൽകി വൈദ്യുതി വകുപ്പ് മന്ത്രി K. കൃഷ്ണൻകുട്ടി. സമയബന്ധിതമായി പരിശോധന പൂർത്തിയാക്കാനും നിർദ്ദേശം. വൈദ്യുതി അപകടങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കാനും നീക്കം.
സ്കൂളിൽ നിന്നും ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ചതിന് പിന്നാലെയാണ് വൈദ്യുതി ലൈനുകളുടെ സുരക്ഷിതത്വം പരിശോധിക്കാൻ മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അടുത്ത കാലത്ത് നടന്ന വിവിധ വൈദ്യുതി അപകടങ്ങളുടെ കാരണങ്ങൾ പരിശോധിച്ചതിൽ വൈദ്യുതി ലൈനുകളുടെ സുരക്ഷാ പരിശോധന വീഴ്ച കൂടാതെ നടത്തി പരിഹാര നടപടികൾ ഊർജിതമാക്കണമെന്ന വിലയിരുത്തലിലാണ് നിലവിലെ നിർദ്ദേശം. കൂടാതെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ എനർജി മാനേജ്മെന്റ് സെന്റർ വിദ്യാർത്ഥികൾക്ക് വൈദ്യുതി അപകടങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കാനും നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്തെ എല്ലാ വൈദ്യുതി ലൈനുകളുടെയും സുരക്ഷാ പരിശോധന കാര്യക്ഷമമായും സമയബന്ധിതമായും പൂർത്തിയാക്കുന്നതിന് KSEBL-ഉം ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും വൈദ്യുതി വകുപ്പ് ആവശ്യപ്പെട്ടു. ഈ വ്യാഴാഴ്ചയാണ് കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ വൈദ്യുതാഘാതമേറ്റ് മരിച്ചത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമലയിലേക്കുള്ള ട്രാക്ടർ യാത്രയിൽ ADGP MR അജിത് കുമാറിന് വീഴ്ച പറ്റിയതായി DGP റവാഡ ചന്ദ്രശേഖരന്റെ റിപ്പോർട്ട്. ADGPയുടെ വിശദീകരണം തള്ളിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് ആഭ്യന്തര സെക്രട്ടറി കൈമാറിയത്. കോടതിയുടെ പരിഗണനയിൽ ആയിരിക്കുന്നതിനാൽ പ്രത്യേക ശുപാർശകൾ ഇല്ലാതെയാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നതെന്നാണ് സൂചന. ശബരിമലയിൽ നടന്ന നവഗ്രഹ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായാണ് ADGP MR അജിത് കുമാർ പോലീസ് ട്രാക്ടറിൽ കയറി സന്നിധാനത്തേക്കും തിരികെ പമ്പയിലേക്കും എത്തിയത്. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് നടത്തിയ ട്രാക്ടർ യാത്രയുടെ CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവി ADGP MR അജിത് കുമാറിനോട് വിശദീകരണം തേടിയത്. പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് നടന്നപ്പോൾ കാലുവേദനയെ തുടർന്നാണ് പോലീസ് ട്രാക്ടറിൽ കയറിയതെന്നാണ് അജിത് കുമാറിന്റെ വിശദീകരണം. ചരക്ക് നീക്കത്തിനല്ലാതെ ശബരിമലയിൽ ട്രാക്ടർ ഉപയോഗിക്കരുതെന്ന ഹൈക്കോടതി നിർദ്ദേശം നിലനിൽക്കെയാണ് ഇത് പാലിക്കാൻ ബാധ്യതയുള്ള ഉദ്യോഗസ്ഥൻ കോടതി ഉത്തരവ് ലംഘിച്ചതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. 2 വർഷക്കാലം ശബരിമലയിൽ സുരക്ഷാ ചീഫ് കോർഡിനേറ്റർ കൂടിയായിരുന്ന MR അജിത് കുമാറിന് ഇത് അറിവുള്ളതാണ്. എല്ലാ ഉദ്യോഗസ്ഥരും നിയമത്തിനു മുന്നിൽ സമന്മാരാണെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ലെന്നും DGP സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. വിഷയം ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ പരിഗണനയിലായതിനാൽ ADGPക്കെതിരെ പ്രത്യേക പരാമർശങ്ങൾ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അടുത്തയാഴ്ച ഡിവിഷൻ ബെഞ്ച് വിഷയം പരിഗണിക്കുമ്പോൾ DGPയുടെ റിപ്പോർട്ട് സഹിതമായിരിക്കും സർക്കാർ കോടതിയിൽ വിശദീകരണം നൽകുക. ADGPയും അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരും ട്രാക്ടറിൽ യാത്ര ചെയ്തെങ്കിലും പോലീസ് ഡ്രൈവർക്കെതിരെ മാത്രമാണ് പമ്പ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇക്കാര്യത്തിൽ എന്ത് വിശദീകരണമാകും സർക്കാർ കോടതിയിൽ നൽകുക എന്നതാണ് ഇനി കാണേണ്ടത്. DGPയെ സംരക്ഷിക്കുന്ന നിലപാടാകും സർക്കാർ സ്വീകരിക്കുക എന്നാണ് സൂചന. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നിമിഷപ്രിയയുടെ മോചനത്തിനായി നയതന്ത്ര നീക്കങ്ങൾ സജീവമാക്കി ഇന്ത്യ. ഇറാനെ മധ്യസ്ഥ ശ്രമത്തിൽ പങ്കാളിയാക്കിയാണ് പുതിയ നീക്കം. യമനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യമാണ് ഇറാൻ. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചതോടെയാണ് വീണ്ടും തുടർ ചർച്ചകൾ സജീവമായത്. യമനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഇറാനെ മധ്യസ്ഥ ശ്രമത്തിൽ പങ്കാളിയാക്കാനാണ് കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നത്. അതേസമയം നിമിഷപ്രിയയുടെ മോചനത്തിനായി മധ്യസ്ഥ സംഘം ഇനി യമനിലേക്ക് പോകുന്നത് സുരക്ഷാ പ്രശ്നമുണ്ടാക്കുമെന്ന് കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്നുമുണ്ട്. ഇപ്പോൾ ആരെയും കാണേണ്ടതില്ല എന്ന നിലപാടിലാണ് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം. അത്തരമൊരു സാഹചര്യത്തിൽ മധ്യസ്ഥ സംഘത്തെ യമനിലേക്ക് അയക്കുന്നത് വെല്ലുവിളിയാണെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട്. 4-അംഗ സംഘം യാത്രാനുമതി തേടിയിരിക്കെയാണ് ഇത്തരമൊരു വിലയിരുത്തലിൽ കേന്ദ്രം എത്തി നിൽക്കുന്നത്. നിമിഷപ്രിയയുടെ മോചനത്തിനായി മധ്യസ്ഥ സംഘത്തെ നിയോഗിക്കണമെന്ന് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ നിമിഷപ്രിയയുടെ മോചന ശ്രമ ചർച്ചയ്ക്ക് അവകാശം കുടുംബത്തിന് മാത്രമാണെന്നും സാധ്യമായതെല്ലാം കേന്ദ്രം ചെയ്യുന്നുണ്ടെന്നും AG കോടതിയിൽ അറിയിച്ചിരുന്നു. മോചന ശ്രമത്തിന് ബാഹ്യ സംഘടനകളുടെ ഇടപെടൽ ഗുണം ചെയ്യില്ലെന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ. ന്യൂസ് ഡെസ്ക്, അമൃത TV. നിമിഷപ്രിയ രക്ഷപ്പെടട്ടെ എന്നും ഒരു പണിയുമില്ലാത്തവരാണ് സോഷ്യൽ മീഡിയയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതെന്നും സുന്നി വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറി AK അബ്ദുൽ ഹമീദ് കോഴിക്കോട് പറഞ്ഞു. കാന്തപുരം മുസ്ലിയാർക്ക് യമനി പണ്ഡിതന്മാരുമായി നല്ല ബന്ധമുണ്ട്. യമനികളെ പ്രകോപിപ്പിച്ച് അനുകൂല സാഹചര്യം ഇല്ലാതാക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതുകൊണ്ട് ബന്ധപ്പെട്ടല്ല, എന്നാലും പറയാം. ഉസ്താദിൻ്റെ ഇടപെടൽ വളരെ വ്യക്തമായിട്ട് എല്ലാ മീഡിയക്കും എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമാണല്ലോ. അത് കുടുംബവുമായി ഉസ്താദിന് ബന്ധപ്പെടാനുള്ള ഒരു ചാനൽ കിട്ടിയതുകൊണ്ടാണ്. അത് തെറ്റ് പ്രചരിപ്പിക്കാനായിട്ട് നമ്മളെ കേരളക്കാർക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. ഇത് തന്നെ ഇപ്പോൾ അവിടുന്ന് ഇങ്ങനെ വാട്സപ്പ് മെസ്സേജ് വിടുക ആദ്യം കുടുംബത്തിന്. ഇതൊക്കെ കുറേ ആളുകൾ തൊഴിലാക്കിയിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ആ കുട്ടി രക്ഷപ്പെട്ടു പോയിക്കോട്ടെ എന്ന് ചിന്തിക്കുകയാണല്ലോ വേണ്ടത്. ഇനി ടോപ്പ് 10 സ്പെഷ്യലിലേക്കാണ്. തിരുവനന്തപുരം വെള്ളായണി കായലിൽ കുളവാഴ ശല്യം രൂക്ഷം. കായലിൽ മലിനീകരണം കൂടുന്നത് മത്സ്യക്കുഞ്ഞുങ്ങൾ ചത്തുപൊങ്ങുന്നതിനും മത്സ്യസമ്പത്ത് കുറയുന്നതിനും കാരണമാകുന്നു. ഇതോടെ ദുരിതത്തിലാകുന്നത് കായലിനെ ആശ്രയിച്ച് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികളാണ്. തിരുവനന്തപുരം ജില്ലയിൽ
തെക്കുമാറി കോവളത്തിന് സമീപം കല്ലിയൂർ, വെങ്ങാനൂർ പഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായലാണ് വെള്ളായണി കായൽ. സംസ്ഥാനത്തെ രണ്ടാമത്തെ വലിയ ശുദ്ധജല തടാകം കൂടിയാണിത്. ഈ കായലിനെ കുടിവെള്ള പദ്ധതികൾക്കും മത്സ്യകൃഷിക്കുമായാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. കുളവാഴയും ചെളിയും നിറഞ്ഞ് കായലിലെ ആവാസ വ്യവസ്ഥ തകിടം മറിഞ്ഞത് മത്സ്യകൃഷിയെ ബാധിച്ചു. ഇതുകൊണ്ട് മീനുകൾ ബ്രീഡാവാനോ അതിനൊന്നും പറ്റില്ല. അത് മീനുകൾ ചത്തുപൊങ്ങുന്നുണ്ട്. ഈ പഴയ ഒരു മീനുകളും ഇപ്പോഴില്ല. പിടിക്കാനും പറ്റുന്നില്ല. വലകളെല്ലാം കംപ്ലീറ്റ് നാശാവുന്നു. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, വല മൊത്തത്തിൽ വെള്ളം നിറച്ചത് ആ ചവറും എല്ലാം കൂടെ ആയിട്ടാണ് വാരിക്കൊണ്ട് വെച്ചിരിക്കുന്നത്. ഈ കുളവാഴ കിടക്കുന്നതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ മീനുകൾ ഇല്ലാത്തത്, നമ്മൾ ഈ കിടന്ന് ബുദ്ധിമുട്ടിപ്പെടുന്നത്. ഒരു കാലത്ത് കരിമീനടക്കമുള്ള മത്സ്യങ്ങളുടെ കലവറയായിരുന്ന വെള്ളായണി കായലിൽ നിന്ന് ഒരു ഡസനിലധികം നാടൻ മത്സ്യ ഇനങ്ങൾ അപ്രത്യക്ഷമായി. ചിലവ വിരളമായി മാത്രമേ ലഭിക്കാറുള്ളൂ. ഒടതല, കുറുവ, ആറ്റുവാള, ചെങ്കാലി, പൂന്തി തുടങ്ങിയ നാടൻ മത്സ്യങ്ങൾ കിട്ടാറില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ഈ കുളവാഴ വന്നതിന് ശേഷമാണ് നമ്മുടെ നാടൻ മത്സ്യങ്ങൾ വരാൽ ഇങ്ങനെ ബ്രീഡിങ് കുറവാണ്. മറ്റ് നാടൻ മത്സ്യങ്ങൾ, പഴയ മത്സ്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. കോരാളൻ ഇതൊക്കെ വളരെ കുറവാണ്. ഉടതല എന്ന് പറയുന്നത് അത് പൂർണ്ണമായിട്ട് നശിച്ചിരിക്കുകയാണ്. കായലിൽ മത്സ്യങ്ങൾക്ക് പ്രജനനം നടത്താനുള്ള സ്ഥലങ്ങൾ കുറഞ്ഞതും ചെളി നിറഞ്ഞ് കായൽ മലിനമായതും മത്സ്യസമ്പത്ത് കുറയാൻ കാരണമായി. ഇതോടെ ഇരുട്ടിലായത് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതമാണ്. ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. കായലിൽ കുളവാഴ വ്യാപിച്ച് മത്സ്യസമ്പത്തില്ലാതായതോടെ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനം വഴിമുട്ടിയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് കുളവാഴ ഭീഷണി ഒഴിവാക്കി തങ്ങളെ രക്ഷിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. മറിച്ചായാൽ മത്സ്യസമ്പത്തും കായലും തങ്ങളുടെ ജീവിതം പൂർണ്ണമായി നശിപ്പിക്കുമെന്നാണ് മത്സ്യത്തൊഴിലാളികളും പ്രദേശവാസികളും പറയുന്നത്. ഈ കുളവാഴയെ സംബന്ധിച്ചിടത്തോളം ഇതിങ്ങനെ വിത്തുകൾ കുളവാഴയിൽ നിന്ന് ഇങ്ങനെ കൂടുതലായിട്ട് വരുന്നു. കായലിങ്ങനെ നിറഞ്ഞ് വെള്ളത്തിൻ്റെ ഈ pH സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ വിത്തുകൾ വീഴുന്നു, ഇത് അഴുക്കായി പോവുകയാണ്. അഴുക്കായിട്ട് മീനിന് ബ്രീഡ് ചെയ്യാൻ പറ്റില്ല. സൂര്യപ്രകാശം കായലിൽ കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു ഭയങ്കര, നേരത്തെ പണ്ട് കാലങ്ങളിലെന്ന് പറഞ്ഞാൽ നല്ല കണ്ണീര് പോലത്തെ വെള്ളമായിരുന്നു ശുദ്ധജല മത്സ്യകൃഷി എന്നുള്ള ഒരു പേരുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സംബന്ധിച്ചിടത്തോളം മീനിന് ചെറിയ നമ്മൾ കഴിക്കുമ്പോഴും ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ട്. ടേസ്റ്റിന് വ്യത്യാസമുണ്ട്. ഓരൻ്റെ ചെറിയ ചവയുണ്ട്. നേരത്തെ മീനുകൾ അങ്ങനെയില്ല. ഏകദേശം നമ്മുടെ അരയ്ക്ക് കീഴ്പോട്ട് വരെ ചെളിയുണ്ട്. അരയുടെ താഴെ വരെ ചെളിയാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ കുളവാഴയും പുല്ലും അഴുകിയിട്ട് ഈ ചെളി രൂപപ്പെടുന്നുണ്ട്. അത് ഇന്ന് കായലിൻ്റെ ആഴം കുറയ്ക്കുന്നത്. 10 അടിയോളം ആഴം ഉണ്ടായിരുന്ന കായൽ ഇന്ന് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് 3 അടി 4 അടി ആഴം വരെ ഉള്ളൂ. അങ്ങനെ ആഴം വളരെ കുറഞ്ഞ് ജലസമ്പത്ത് കുറയുന്നുണ്ട്. ധാരാളം ദേശാടന പക്ഷികൾ വരുന്ന ഒരു സ്ഥലവും കൂടെയാണ് വെള്ളായണി കായൽ എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് കാലങ്ങളെടുത്തപ്പോൾ ഏകദേശം ദേശാടന പക്ഷികളുടെ അളവ് കുറയുന്നുണ്ട്. കാരണം മത്സ്യസമ്പത്ത് കുറയുന്നുണ്ട്. പക്ഷികൾക്ക് അതിൻ്റെ ഉള്ള ആവാസ വ്യവസ്ഥയുടെ വ്യത്യാസങ്ങൾ, മത്സ്യങ്ങൾ കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആഹാരത്തിൻ്റെ അളവ് കുറയുമ്പോൾ ഇവിടെ വരുന്ന ദേശാടന പക്ഷികളുടെ അളവ് കുറയും. വെള്ളായണി കായലിൻ്റെ ആവാസ വ്യവസ്ഥ ഇന്ന് തകർന്ന ഒരു അവസ്ഥയിലാണ്. പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന മത്സ്യസമ്പത്തുകൾ ഇന്ന് ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ കുടിവെള്ളം പൂർണ്ണമായും മലിനമായ കുടിവെള്ളമാണ് ഞങ്ങൾക്കിന്ന് ഈ പദ്ധതിയിലൂടെ ലഭ്യമാക്കുന്നത്. കായൽ കാണാൻ പറ്റാത്ത രീതിയിൽ ഈ കുളവാഴയും അതിനുവെച്ച സസ്യങ്ങളും കൊണ്ട് നിറയപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മാലിന്യങ്ങൾ പല കൈത്തോടുകൾ വഴി ഒഴുകി ഇവിടെ എത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കുളവാഴകൾക്ക് ഇത്രയും പച്ച പിടിച്ച് നിൽക്കാൻ കഴിയുന്നത്. പക്ഷെ അതിനൊരു മാറ്റം വരുത്തണം. കൂടുതൽ വിവരങ്ങളുമായി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ദേവിക ചന്ദ്രൻ ചേരുന്നുണ്ട്. ദേവിക, സംസ്ഥാനത്തെ വലിയ ശുദ്ധജല തടാകമാണ് വെള്ളായണി കായൽ. ശുദ്ധജലവും ഈ കായലിൽ നിന്ന് മീൻ പിടിച്ച് ജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെയൊക്കെ ജീവിതം ഇല്ലാതാകുന്ന ഒരു സാഹചര്യമാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് അധികൃതർ നടപടിയെടുക്കാത്തത്? വളരെ വലിയ പ്രതിസന്ധിയാണ് ഈ വെള്ളായണി കായലോരത്തെ മത്സ്യത്തൊഴിലാളികൾ നേരിടുന്നത്. ഈ കുളവാഴയുടെ വ്യാപനമാണ് ഇത്തരത്തിൽ ഈ ഒരു കായലിലെ മത്സ്യസമ്പത്ത് കുറയാൻ കാരണമായിരിക്കുന്നത്. ഈ കുളവാഴ ചീഞ്ഞ് അതിൻ്റെ ചെളി ഈ കായലിൽ തന്നെയാണ് അടിയുന്നത്. ഈ ഒരു സാഹചര്യമാണ് ഈ മത്സ്യങ്ങൾക്ക് പ്രജനനത്തിനുള്ള ഒരു ആവാസ വ്യവസ്ഥ ഇല്ലാതെയാകാനുള്ള കാരണം. അതുകൊണ്ട് തന്നെ ഈ വെള്ളായണി കായലിൽ മുൻപുണ്ടായിരുന്ന 40-ലധികം നാടൻ മത്സ്യസമ്പത്ത് ഇപ്പോൾ ലഭ്യമല്ല. ഏകദേശം 1 ഡസനോളം മീനുകളാണ് ഇത്തരത്തിൽ പൂർണ്ണമായും ഈ കായലിൽ നിന്ന് ലഭ്യമാകാതെ ഇരിക്കുന്നത്. ഈ ഒരു സ്ഥിതിവിശേഷം തുടർന്ന് പോവുകയാണെങ്കിൽ മറ്റുള്ള മത്സ്യസമ്പത്ത് കൂടി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമെന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, സംസ്ഥാനത്ത് തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ വെള്ളായണി കായലിനെ നമ്മൾ കുടിവെള്ളത്തിനായും ആശ്രയിക്കുന്നുണ്ട്.
ഇത്രയും മലിനമായിട്ടുള്ള ജലമാണ് ഇത്രയധികം മനുഷ്യരിലേക്ക് എത്തുന്നതെന്നത് ഗൗരവതരമാണ്. ഇതിൽ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യം വീഡ് ഹാർവസ്റ്റ് മെഷീൻ സ്ഥിരമായി ഈ കായലിൽ ലഭ്യമാക്കുക എന്നുള്ളതാണ്. ഈ കുളവാഴ കൃത്യമായ ഇടവേളകളിൽ ഈ കായലിൽ നിന്ന് മാറ്റിയാൽ മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ സാധിക്കൂ. എന്തായാലും അധികാരികൾ എത്രയും പെട്ടെന്ന് ഇത്തരത്തിലൊരു വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ട്. കാരണം ദേശാടന പക്ഷികളടക്കം ഈ കായലിൽ വരുന്നത് വളരെ ഗണ്യമായ രീതിയിൽ കുറയുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മത്സ്യസമ്പത്തിൽ ഉണ്ടാകുന്ന കുറവ് തന്നെയാണ് അത്തരമൊരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഈ ഒരു മത്സ്യസമ്പത്ത് പൂർണ്ണമായും നഷ്ടപ്പെടും എന്നാണ് അവർക്ക് പറയാനുള്ളത്. ശരി, എന്തായാലും വെള്ളായണി കായലിന്റെ ശുചീകരണത്തിന് വേണ്ടി ഒരു ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉടൻ ഉണ്ടാകണമെന്ന് തന്നെയാണ് നാട്ടുകാരും അതുപോലെ തന്നെ പ്രദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ഒക്കെ ആവശ്യപ്പെടുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ദേവിക ചന്ദ്രൻ. സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ കേരളത്തിലാണ് കനത്ത മഴ മുന്നറിയിപ്പുള്ളത്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലയിൽ റെഡ് അലർട്ടാണ്. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 2 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്താണ് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എറണാകുളം മുതൽ വയനാട് വരെയുള്ള 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. 24 മണിക്കൂറിൽ 204.4 mm കൂടുതൽ മഴ ലഭിക്കുന്നതാണ് അതിതീവ്ര മഴ. വടക്കൻ കേരളത്തിലും മലയോര മേഖലയിലും മഴ കനക്കുമെന്നാണ് പ്രവചനം. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് പലയിടത്തും അതിശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചു. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അടിയന്തരാവസ്ഥയെ രൂക്ഷമായി വിമർശിച്ചുള്ള ലേഖനത്തിൽ വിശദീകരണവുമായി ശശി തരൂർ MP. 1997 എഴുതിയതാണ് ഇത്തവണയും എഴുതിയതെന്നും ഗാന്ധി കുടുംബത്തിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ലെന്നും തരൂർ പറഞ്ഞു. നടന്ന ചില സംഭവങ്ങളെക്കുറിച്ചും അതിൽ ഉൾപ്പെട്ട ചില വ്യക്തികളെക്കുറിച്ചുമാണ് ലേഖനത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. ദേശസുരക്ഷയുടെ കാര്യത്തിൽ മറ്റു പാർട്ടികളുമായി സഹകരിക്കേണ്ടി വരും. ഇത് സ്വന്തം പാർട്ടിയോടുള്ള വിധേയത്വമില്ലായ്മയായി വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം. പലരും തന്നെ വിമർശിക്കുന്നുണ്ട്. എല്ലാ ഇന്ത്യക്കാർക്കും വേണ്ടിയാണ് താൻ സംസാരിച്ചതെന്നും തന്റെ പാർട്ടിക്കാർക്ക് വേണ്ടി മാത്രമല്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യക്കെതിരായ 2ാം ഏകദിനത്തിൽ ഇംഗ്ലണ്ടിന് 144 റൺസ് വിജയലക്ഷ്യം. ഇന്ത്യ 8 വിക്കറ്റ് നഷ്ടത്തിലാണ് 143 റൺസ് എടുത്തത്. 42 റൺസ് എടുത്ത സ്മൃതി മന്ദാനയാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. ഇംഗ്ലണ്ട് വിക്കറ്റ് ഒന്നും നഷ്ടമാകാതെ 49 റൺസ് എടുത്തിട്ടുണ്ട്. 3 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ ആദ്യ മത്സരം വിജയിച്ചിരുന്നു. തൃശൂരിൽ വീണ്ടും ജീവനെടുത്ത് റോഡിലെ കുഴി. അയ്യന്തോളിൽ റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ച യുവാവ് ബസ്സിടിച്ചു മരിച്ചു. എൽത്തുരുത്ത് സ്വദേശി 24 വയസ്സുള്ള ആബേലാണ് മരിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് BJP പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. രാവിലെ 9:15 അപകടം. കുന്നംകുളത്തേക്ക് പോരുന്ന സ്വകാര്യ ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ചു. ഇതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ആബേൽ ബസ്സിനടിയിലേക്ക് വീഴുകയായിരുന്നു. ആബേൽ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. അപകടം നടന്ന ഉടൻ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വാഹനങ്ങൾ തടഞ്ഞു. പിന്നാലെ എത്തിയ കോൺഗ്രസ് BJP പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന വാഹനങ്ങൾ തടഞ്ഞ് പ്രതിഷേധിച്ചു. കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകരും BJP തൃശൂർ മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് സി മേനോന്റെ നേതൃത്വത്തിലുള്ള BJP പ്രവർത്തകരുമാണ് പ്രതിഷേധിച്ചത്. കുഴികളും തുറന്നു മലർത്തിയിട്ടേക്കാണ്. ബസ്സുകൾക്കാണെങ്കിൽ മരണപ്പാച്ചില്. കേരള ഗവൺമെന്റിന്റെ വീഴ്ചയാണ്. ഇവിടെ ഒരു ജില്ലാ ഭരണകൂടമുണ്ടോ? ജില്ലാ ഭരണകൂടത്തിന്റെ മൂക്കിന് താഴെയാണ് ഈ കുഴി. പ്രതിഷേധക്കാർ ഏറെ നേരം വാഹനങ്ങൾ തടഞ്ഞു. ഇതിനിടെ പോലീസ് സമരക്കാരെ റോഡിൽ നിന്നും മാറ്റാൻ ശ്രമിച്ചതോടെ ഉന്തും തള്ളുമുണ്ടായി. മേയർ ഇടപെട്ട റോഡിലെ കുഴികൾ അടിയന്തരമായി അടയ്ക്കണം, മരിച്ചയാൾക്ക് ധനസഹായം നൽകണം, കളക്ടർ സംഭവ സ്ഥലത്തേക്ക് എത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. ഏറെ നേരം റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പിന്നീട് പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. സംഭവത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വിജിലൻസിനോട് അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മുൻപാണ് തൃശൂർ MG റോഡിൽ സമാന രീതിയിലുള്ള അപകടത്തിൽ പൂങ്കുന്നം സ്വദേശിയായ യുവാവ് ദാരുണമായി മരണപ്പെട്ടത്. അമൃത ന്യൂസ്, തൃശൂർ. ദേശീയപാതയിലെ മരണക്കുഴികൾ ശക്തമായ സമരം നടത്തുമെന്ന്
BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. കുഴിയുടെ കാര്യത്തിൽ PWD NH വ്യത്യാസമില്ലാതെ BJP പ്രതിഷേധിക്കും. തൃശൂർ കോർപ്പറേഷൻ റോഡുകളിലെ കുഴികൾ അടച്ചില്ലെങ്കിൽ മേയറെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിക്കില്ലെന്നും ബി ഗോപാലകൃഷ്ണൻ വ്യക്തമാക്കി. കുഴി വിഷയത്തിൽ തിങ്കളാഴ്ച കോർപ്പറേഷനിലെ 100 കേന്ദ്രങ്ങളിൽ BJP സമരം നടത്തുമെന്നും ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ദേശീയപാതയിലെ കുഴിയുണ്ടെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള സമരം BJP സമർപ്പിക്കും. ദേശീയപാതയിലെ കുഴിയിൽ ഞങ്ങൾ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദേശീയപാത പണിയാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുത്ത കമ്പനിയെ ഞങ്ങൾ കരിമ്പട്ടികയിൽ തള്ളി അവരെ ഒഴിവാക്കി. മാസങ്ങളായിട്ട് ദേശീയപാത ബ്ലോക്ക്. തൃശൂർ അത്താണിയിൽ സംസ്ഥാന പാതയിലെ മരണക്കുഴികൾക്കെതിരെ ഭീമൻ ഐസ് കട്ടയിൽ പെയിന്റ് അടിച്ച് കോൺഗ്രസിന്റെ പ്രതിഷേധം. കനത്ത മഴയിലും പാറമണലും മെറ്റലും ഉപയോഗിച്ച് സംസ്ഥാന പാതയിലെ കുഴികൾ അടയ്ക്കുന്ന പൊതുമരാമത്ത് വകുപ്പ് അധികൃതരുടെ പ്രവർത്തനങ്ങൾക്കെതിരെയായിരുന്നു പ്രതിഷേധം. കഴിഞ്ഞ ദിവസം കുഴി അടച്ച് 24 മണിക്കൂറിനുള്ളിൽ വീണ്ടും കുഴികൾ പ്രത്യക്ഷപ്പെട്ടതോടെയാണ് പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തിയത്. ഷാർജയിൽ മലയാളി യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കൊല്ലം തേവലക്കര തെക്കുഭാഗം സ്വദേശിനി അതുല്യ ശേഖറാണ് മരിച്ചത്. 30 വയസ്സായിരുന്നു. ഷാർജ റോള പാർക്കിന് സമീപത്തെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടത്. ഇന്ന് പുതിയ ജോലിയിൽ പ്രവേശിക്കാനിരിക്കെയാണ് മരണം. ദുബൈയിൽ കോൺട്രാക്ടിംഗ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സതീഷ് ശങ്കറിന്റെ ഭാര്യയാണ്. മകൾ നാട്ടിൽ പഠിക്കുന്നു. മരണത്തിൽ ഷാർജ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മലപ്പുറം കാളികാവിൽ വീണ്ടും കടുവ. പുല്ലങ്കോട് എസ്റ്റേറ്റിൽ വെച്ച് കടുവ പശുവിനെ ആക്രമിച്ചു. പുല്ലങ്കോട് സ്വദേശി നാസർ കന്നുകാലികളെ മേയ്ക്കുന്നതിനിടെയാണ് പശുവിനെ കടുവ പിടികൂടിയത്. കടുവയെ കണ്ടതോടെ നാസർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. കഴിഞ്ഞ 1 വർഷത്തിനിടെ പലതവണ കടുവയെ നാട്ടുകാർ കണ്ടിട്ടുണ്ട്. 2 ആഴ്ച മുമ്പാണ് ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറിനെ കൊലപ്പെടുത്തിയ കടുവയെ മേഖലയിൽ നിന്ന് പിടികൂടിയത്. തമിഴ്നാട് വാൽപ്പാറ ടൗണിൽ കരടിയിറങ്ങി. പോലീസ് സ്റ്റേഷനും ആശുപത്രിയും ഉൾപ്പെടെയുള്ള ടൗണിലാണ് കരടിയിറങ്ങിയത്. പ്രദേശവാസികളിൽ ഒരാൾ മൊബൈലിൽ പകർത്തിയ കരടി നടന്നു പോകുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. കാട്ടാനയുടെയും പുലിയുടെയും ഉൾപ്പെടെ നിരന്തരം വന്യജീവി ആക്രമണം നേരിടുന്ന പ്രദേശമാണ് വാൽപ്പാറ. നാളുകൾക്ക് മുമ്പ് ഇതര സംസ്ഥാനക്കാരായ തോട്ടം തൊഴിലാളികളുടെ 6 വയസ്സുള്ള കുട്ടിയെ പുലി കടിച്ചുകൊണ്ടുപോയി ഭക്ഷിച്ച സംഭവവും വാൽപ്പാറയിൽ തന്നെയാണുണ്ടായത്. തൃശൂരിൽ കിണറ്റിൽ വീണ മാൻകുട്ടിയെ CPR നൽകി രക്ഷിച്ചു. പട്ടിക്കാട് ചെന്നായിപ്പാറയിൽ ആന്റണിയുടെ കിണറ്റിലാണ് മാൻകുട്ടി വീണത്. വനം വകുപ്പിന്റെ റെസ്ക്യൂ സംഘം എത്തി കിണറ്റിൽ നിന്ന് മാനിനെ രക്ഷിച്ചെങ്കിലും അബോധാവസ്ഥയിലാവുകയായിരുന്നു. ഇതോടെ CPR നൽകി മാനിനെ രക്ഷപ്പെടുത്തി. രക്ഷാപ്രവർത്തനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇടുക്കി പരുന്തുംപാറയിൽ ഭൂമി കയ്യേറ്റമെന്ന പേരിൽ അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിച്ച് ഭൂപ്രശ്നം സങ്കീർണമാക്കാൻ റവന്യൂ അധികൃതർ ഗൂഢനീക്കം നടത്തുന്നതായി ആക്ഷേപം. പ്രദേശത്തെ 2 സർവേ നമ്പറുകളിൽ ഉൾപ്പെട്ട വസ്തുവിന്റെ ഉടമസ്ഥത സംബന്ധിച്ച് കളക്ടറുടെ നേതൃത്വത്തിലുള്ള നടപടികൾ പ്രദേശവാസികളെ ആശങ്കയിലാക്കുന്നതായാണ് പരാതി. ഇടുക്കി പരുന്തുംപാറയിൽ ഭൂസംബന്ധമായി യാതൊരു പരാതികളും മുൻപുണ്ടായിരുന്നില്ല. ജില്ലയ്ക്ക് പുറത്തുള്ള പരിസ്ഥിതി സംഘടന നൽകിയ പരാതിയിൽ മറ്റൊരു കേസിന്റെ പരിശോധനയ്ക്കിടെയാണ് പരുന്തുംപാറയിലും കയ്യേറ്റ ഭൂമിക്ക് പട്ടയം നേടാൻ ശ്രമം നടക്കുന്നുവെന്ന ആരോപണം ഉയർന്നത്. തുടർന്ന് ഇവിടുത്തെ ഭൂരേഖകൾ പരിശോധിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. വിഷയം പഠിച്ച് റിപ്പോർട്ട് നൽകാൻ സർക്കാർ കമ്മീഷനെ നിയോഗിക്കുകയും ചെയ്തു. മഞ്ചുമല വില്ലേജിലെ സർവേ നമ്പർ 441 പീരുമേട് വില്ലേജിലെ സർവേ നമ്പർ 534 ഉൾപ്പെടുന്ന മുഴുവൻ പ്രദേശത്തും മാർച്ച് മാസം മുതൽ നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. പരുന്തുംപാറയുടെ സമീപ പ്രദേശങ്ങളിലെ പട്ടയഭൂമിയിൽ പതിറ്റാണ്ടുകളായി താമസിക്കുന്ന 2100 കുടുംബങ്ങൾക്കാണ് റവന്യൂ അധികാരികൾ നോട്ടീസ് നൽകിയത്. അധികൃതരുടെ നടപടിയിൽ പകച്ചു നിൽക്കുകയാണ് ഇവർ. റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഉത്തരവാദപ്പെട്ട ജീവനക്കാർ അവരുടെ ജോലിയിൽ കാണിച്ചിട്ടുള്ള അലംഭാവം, ഫയലുകൾ സൂക്ഷിക്കുന്ന കാര്യത്തിനകത്ത് കാണിച്ചിട്ടുള്ള അലംഭാവം ഈ സാധാരണക്കാരായ ജനങ്ങളുടെ മേലെ കെട്ടിവയ്ക്കുന്ന ശ്രമമാണ് ഈ ബഹുമാനപ്പെട്ട ജില്ലാ ഭരണകൂടം നടപ്പാക്കുന്നത്. റിപ്പോർട്ടിനകത്ത് ഒരിടത്തും വ്യാജ പട്ടയം തയ്യാറാക്കിയിട്ടും പറഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം 5 ഏക്കർ വരെ കൈവശം വെച്ചിട്ടുള്ള ആളുകളുണ്ട്. ആ 5 ഏക്കർ കൈവശം വെച്ചിട്ടുള്ള ആളുകൾ വ്യാജമായി പട്ടയം ഉണ്ടാക്കിയതായിരിക്കാം എന്ന് പറയുന്നുണ്ട്. വ്യാജമായി പട്ടയം ഉണ്ടാക്കിയതായിട്ട് ഈ റിപ്പോർട്ടിനകത്തോടൊപ്പം പറയുന്നുണ്ട്. ഈ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിനകത്തോടൊപ്പം പറയുന്നുണ്ട്. ഗ്രാമ്പി, കല്ലാർ, ഓട്ടപ്പാലം, പീരുമേട് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കയ്യേറ്റം നടന്നതായി റവന്യൂ അധികൃതർ ആരോപിക്കുന്നത്. ഈ മേഖലയിലുള്ള ആളുകൾ
ആളുകൾ നിയമപ്രകാരം പട്ടയം ലഭിച്ചവരാണ്. കൈവശ ഭൂമിയുടെ പട്ടയത്തിന് അപേക്ഷ നൽകി കാത്തു നിൽക്കുന്നവരും നിരവധിയുണ്ട്. പതിറ്റാണ്ടുകളായി താമസിച്ചു വരുന്ന ജനങ്ങളെ കയ്യേറ്റക്കാരായി ചിത്രീകരിച്ച് കുടിയിറക്കാൻ റവന്യൂ അധികൃതർ നീക്കം നടത്തുന്നതായാണ് ആക്ഷേപമുയരുന്നത്. അമൃത ന്യൂസ്, ഇടുക്കി. അഹമ്മദാബാദ് വിമാനാപകടത്തിന് പിന്നിലെ കാരണങ്ങളുമായി ബന്ധപ്പെട്ട മാധ്യമവാർത്തകൾ തള്ളി US ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ്. വിമാനാപകടത്തിലെ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ ഓഫ് ചെയ്തത് ക്യാപ്റ്റനാണെന്ന റിപ്പോർട്ടുകളാണ് തള്ളിയത്. അപകടത്തിന്റെ പ്രാഥമിക കണ്ടെത്തലുകൾ AAIB പങ്കുവച്ചിട്ടുണ്ടെങ്കിലും അതിനുള്ള സാധ്യതയും കാരണവും നിർണ്ണയിക്കുന്ന അന്തിമ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ 1 വർഷമോ അതിൽ കൂടുതലോ കാലതാമസം എടുത്തേക്കും. പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ് പുറത്തു വന്നതെന്നും അന്തിമ റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കണമെന്നും ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് ചെയർമാൻ ജെന്നിഫർ ഹോമൻറ്റി. ഇത്തരം അന്വേഷണങ്ങൾ ബുദ്ധിമുട്ടേറിയതും സമയമെടുക്കുന്നതാണെന്നും അവർ വ്യക്തമാക്കി. വിമാനത്തിന്റെ ഫസ്റ്റ് ഓഫീസർ ക്യാപ്റ്റനോട് എന്തിനാണ് ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ ഓഫ് ചെയ്തതെന്ന് ചോദിക്കുന്നതും താൻ ഓഫ് ചെയ്തില്ല എന്ന മറുപടിയുമുള്ള ഓഡിയോ റെക്കോർഡുകൾ പുറത്തുവന്നു എന്നായിരുന്നു മാധ്യമവാർത്തകൾ. സമീപകാല റിപ്പോർട്ടുകൾ ഊഹാപോഹമെന്നാണ് വിശേഷിപ്പിച്ചത്. ജൂൺ 12 നടന്ന അപകടത്തിൽ 260 പേരാണ് മരിച്ചത്. ബോയിങ് 787 ഡ്രീം ലൈനർ പറന്നുയർന്ന നിമിഷങ്ങൾക്കകം എഞ്ചിൻ പവർ നഷ്ടപ്പെട്ടത് എങ്ങനെയെന്ന് NTSBയുടെ സഹായത്തോടെ ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഇപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണം പുരോഗമിക്കുന്നതിനാൽ തീരുമാനത്തിലേക്ക് തിടുക്കം കൂട്ടരുതെന്ന് എയർ ഇന്ത്യയും AAIBയും അഭ്യർത്ഥിച്ചു. AAIBയുടെ പ്രാഥമിക കണ്ടെത്തലുകൾ പ്രകാരം വിമാനം വായുവിലേക്ക് പറന്നതിന് നിമിഷങ്ങൾക്കുള്ളിൽ 2 ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ കട്ട് ഓഫ് സ്ഥാനത്തേക്ക് തിരിച്ചു. ഇത് എഞ്ചിനുകളിൽ ഇന്ധനം തീർക്കാൻ കാരണമായി. 10 സെക്കൻഡിനുള്ളിൽ സ്വിച്ചുകൾ തിരികെ വന്നെങ്കിലും വിമാനത്തിന്റെ നിയന്ത്രണം വീണ്ടെടുക്കാൻ വളരെ വൈകിയെന്നാണ് കണ്ടെത്തൽ. സ്വിച്ചുകൾ അശ്രദ്ധമായോ മനഃപൂർവ്വമോ അല്ലെങ്കിൽ സാധ്യമായ സാങ്കേതിക തകരാർ മൂലമോ നീക്കിയതാണോ എന്നതിലാണ് ഇപ്പോൾ അന്വേഷകർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ബോയിങ് 787 വിമാനത്തിലോ അതിന്റെ GE എയ്റോസ്പേസ് എഞ്ചിനുകളിലോ ഇതുവരെ മെക്കാനിക്കൽ തകരാറുകൾ കണ്ടെത്തിയിട്ടില്ല. എന്നാൽ മുൻകരുതൽ നടപടിയായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ബോയിങ് 737, 787 വിമാനങ്ങളിലുള്ള ഇന്ധന സ്വിച്ച് സിസ്റ്റങ്ങൾ പരിശോധിക്കാൻ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഉത്തരവിട്ടിട്ടുണ്ട്. AAIB പ്രാഥമിക കണ്ടെത്തലുകൾ പങ്കുവച്ചിട്ടുണ്ടെങ്കിലും സാധ്യതയുള്ള കാരണം നിർണ്ണയിക്കുന്നതിനും ശുപാർശകൾ നൽകുന്നതിനും അന്തിമ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ 1 വർഷമോ അതിൽ കൂടുതലോ കാലതാമസം എടുത്തേക്കും. ന്യൂസ് ഡെസ്ക്, അമൃത TV. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനിടെ 5 യുദ്ധവിമാനങ്ങൾ വെടിവെച്ചു വീഴ്ത്തപ്പെട്ടുവെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി പറയണമെന്ന് പ്രതിപക്ഷം. പ്രധാനമന്ത്രി പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒരു റാഫേൽ യുദ്ധവിമാനവും നഷ്ടപ്പെട്ടിട്ടില്ലെന്നും ഇന്ത്യൻ പൈലറ്റുമാരെ പാകിസ്ഥാൻ പിടികൂടുകയോ കസ്റ്റഡിയിലെടുക്കുകയോ ചെയ്തിട്ടില്ല എന്നായിരുന്നു ഇന്ത്യ വ്യക്തമാക്കിയിരുന്നത്. റിപ്പബ്ലിക്കൻ നിയമവിദഗ്ധരുമായി വൈറ്റ് ഹൌസിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടെയായിരുന്നു ട്രംപിന്റെ പരാമർശം. എന്നാൽ ഏത് ഭാഗത്തു നിന്നാണ് വെടിവെച്ചിട്ടത് എന്നത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ട്രംപ് വെളിപ്പെടുത്തിയിട്ടില്ല.